सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। महादेव्यै नमः। काञ्चिकामाख्यै नमः। काशीविशालाख्यै नमः। मधुरमीनाख्यै नमः। सर्वत्र देवी नाम सङ्कीर्तनं। महादेव्यै नमः। സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. പുത്രദുഃഖം നിമിത്തം ഹരിശ്ചന്ദ്രൻ കുലഗുരുവായ വസിഷ്ഠനോട് പോയി ഒരു സന്താനത്തിന് വേണ്ടി എന്തെങ്കിലും ഉപായം ചെയ്യണം എന്നഭ്യർത്ഥിക്കുന്ന ഭാഗം വരെ പറഞ്ഞു നിർത്തി. ഹരിശ്ചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട വസിഷ്ഠൻ പറയുന്നു: വസിഷ്ഠൗവാച സത്യം വൃഷേ മഹാരാജ സംസാരേ അസ്മിന്ന വിദ്യതേ അനപത്യത്വജം ദുഃഖം യത്തഥാ ദുഃഖമത്ഭുതം. ഹേ രാജൻ, അങ്ങ് പറയണത് ശരി തന്നെയാണ്. സന്താനം ഇല്ലാത്തത് കൊണ്ടുള്ള ദുഃഖം പോലെ കഠിനമായിട്ടുള്ള ഒരു ദുഃഖം ഈ ജീവിതത്തിലില്ല. അങ്ങ് അതുകൊണ്ട് ജലപതിയായിട്ടുള്ള വരുണനെ, ജലത്തിൻ്റെ അധിപനായിട്ടുള്ള വരുണനെ ആരാധിക്കുക. അദ്ദേഹം അങ്ങയുടെ കാര്യം സാധിച്ചു തരും. സന്താനത്തെ നൽകാൻ വരുണനേക്കാൾ സമർത്ഥനായ മറ്റൊരു ദേവനില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക, കാര്യസിദ്ധി ഉണ്ടാകും. വിധിയെയും പുരുഷപ്രയത്നത്തെയും രണ്ടിനെയും രാജാക്കന്മാർ മാനിക്കണം. ഉദ്യമം ഇല്ലാതെ കാര്യസിദ്ധി നടക്കില്ലല്ലോ. കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്താൽ കാര്യസിദ്ധി ഉണ്ടാകും. കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യസിദ്ധി എവിടെ നിന്നാണ് ഉണ്ടാവുക? അതുകൊണ്ട് വരുണനെ യജിക്കൂ കാര്യസിദ്ധിക്ക് വേണ്ടി എന്നിതാ പറഞ്ഞു. ഗുരു പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് അദ്ദേഹത്തെ പ്രണമിച്ചു. എന്നിട്ട് ഗംഗാതീരത്തുള്ള ഒരു ശുഭമായിട്ടുള്ള സ്ഥലത്ത് പദ്മാസനത്തിലിരുന്നു. പാശധാരിയായിട്ടുള്ള വരുണനെ മനസ്സാ ധ്യാനിച്ചു. വരുണനെ ധ്യാനിച്ചുകൊണ്ട് അതികഠിനമായിട്ടുള്ള തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൽ കൃപാലുവായിട്ടുള്ള വരുണൻ പ്രസന്നനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹരിശ്ചന്ദ്രനോട് എന്താ തപസ് ചെയ്യാനുള്ള കാരണം? എന്തു വരമാണ് വേണ്ടത്? അങ്ങയുടെ തപസ് കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. എന്തു വരം വേണം എന്ന് ചോദിച്ചാലും എന്ന് പറഞ്ഞപ്പോഴാണ്, ഞാൻ അനപത്യനാണ്, പുത്രദുഃഖമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, പുത്രനില്ല, സുഖപ്രദനായിട്ടുള്ള ഒരു പുത്രനെ എനിക്ക് വേണം. ഋണത്രയം തീർക്കാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ ഈ ചെയ്തത് എന്ന് പറയുകയാണ്. ഋണത്രയം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദേവകടൻ, ഋഷികടം, പിതൃകടം എന്നൊക്കെ ഇവിടെ 3 പറയുന്നുള്ളൂ. വാസ്തവത്തിൽ മനുഷ്യകടനും ഭൂതകടനും കൂടി അങ്ങനെ 5 കടങ്ങളുണ്ട് ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ എന്നൊക്കെയാണ്. അങ്ങനെ പഞ്ചരണങ്ങളുണ്ട് എന്നാണ് പറയുക. ഇവിടെ ഋണത്രയം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദേവകടം, ഋഷികടം, പിതൃകടം എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പിതൃകടം തീർക്കണമെന്നുണ്ടെങ്കിൽ പുത്രനുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ദുഃഖിതനായിട്ടിതാ അങ്ങയെ തപസ് ചെയ്തത് എന്ന് വരുണനോട് പുത്രന് വേണ്ടി
അപേക്ഷിച്ചു. പുഞ്ചിരിച്ചു കൊണ്ട് വരുണം പറഞ്ഞു. വരുണം പറയാണ്, വരുണൗവാച പുത്രോ യതി ഭവേദ്രാജൻ ഗുണീ മനസി വാഞ്ചിത സിദ്ധേ കാര്യേ തതപ്പശ്ചാൽ കിം കരിഷ്യസി മേ പ്രിയം. അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഗുണവാനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടായാൽ കാര്യസിദ്ധിക്ക് ശേഷം അങ്ങ് എനിക്ക് പ്രിയമായിട്ട് എന്താ ചെയ്യുക? ആ പുത്രനെ തന്നെ അങ്ങ് നിസ്സംശയം യജ്ഞപശുവാക്കി യജിക്കുമെങ്കിൽ ഞാൻ അങ്ങയ്ക്ക് വരം തരാം എന്നാണ് വരുണൻ രാജാവിനോട് പറയണത്. അത് കേട്ട ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, എനിക്ക് വന്ധ്യത്വം ഉണ്ടാവാതിരിക്കണം, പുത്രൻ ഉണ്ടാവണം. പുത്രനെ യജ്ഞപശുവാക്കി അങ്ങയെ യജിപ്പിച്ച് പ്രീതിപ്പെടുത്തിക്കൊള്ളാം. ഞാൻ ഈ പറയുന്ന എൻ്റെ വാക്കുകൾ സത്യമാണ്. കാരണം ലോകത്ത് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ്, ദുഃഖമാണ് വന്ധ്യത്വം എന്നുള്ളത്. അത് മനുഷ്യരുടെ ശോകാഗ്നിയെ കെടുത്തുന്ന ഒരു നല്ല പുത്രനെ കൊണ്ട് മാത്രമേ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ പുത്രനെ ലഭിച്ചാൽ അങ്ങയെ പ്രീതനാക്കാൻ ഞാൻ ആ പുത്രനെ തന്നെ അങ്ങക്ക് യാഗപശുവായി തരാം. പക്ഷേ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി വരനോട് ആ സമയത്ത് പറഞ്ഞു, അങ്ങക്ക് പുത്രനുണ്ടാവും, ഗൃഹത്തിലേക്ക് പോയിക്കോളൂ. അങ്ങ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം സത്യമാക്കിക്കൊള്ളണം. ഇങ്ങനെ പറഞ്ഞിട്ട് വരുണൻ അന്തർധാനം ചെയ്തു. ഹരിശ്ചന്ദ്രൻ ഗൃഹത്തിലേക്ക് പോയി. ഈ വരദാനത്തെ പറ്റിയുള്ള വൃത്താന്തങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു. ഹരിശ്ചന്ദ്രന് നല്ല സൗന്ദര്യം തികഞ്ഞതായിട്ടുള്ള 100 പത്നിമാരുണ്ടായിരുന്നു എന്നാണ് പറയണത്. അവരിൽ പട്ടമഹിഷിയായിട്ടുള്ള ശൈബ്യ പതിവ്രതയായ ധർമ്മപത്നിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശൈബ്യ എന്ന പത്നി സുന്ദരി അവൾ ഗർഭം ധരിച്ചു. ഭാര്യയുടെ ഗർഭലക്ഷണങ്ങളെക്കുറിച്ച് കേട്ട രാജാവ് അധികം സന്തോഷിച്ചു. വിധിയനുസരിച്ച് വേണ്ട സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ഹരിശ്ചന്ദ്രൻ ചെയ്തു. 10 മാസം പൂർത്തിയായപ്പോൾ അവളൊരു ശുഭദിനത്തിൽ എല്ലാ ഗ്രഹങ്ങളെല്ലാം ബലവാന്മാരായിരിക്കുന്ന ദേവകുമാരന് തുല്യനായിട്ടുള്ള ഒരു പുത്രനെ പ്രസവിച്ചു. പുത്രനുണ്ടായപ്പോൾ രാജാവിന് സ്നാനം ചെയ്ത് ബ്രാഹ്മണർ പരിസേവിതനായിട്ട് ജാതകർമാദികളൊക്കെ ചെയ്തു. ധാരാളം ദാനങ്ങളൊക്കെ നൽകി. അത്യധികം ആനന്ദനായി. ആ രാജാവ് ധാന്യങ്ങളോടും ഗീതവാദ്യങ്ങളോടും ദാനവിശേഷങ്ങളോടും കൂടി ആ പുത്രൻ്റെ ജന്മത്തെ ഗംഭീരമായിട്ട് ആഘോഷിച്ച് സന്തോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 14-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ആ ഹരിശ്ചന്ദ്രൻ്റെ കഥ വീണ്ടും തുടരുന്നുണ്ട്. നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.